നമ്മളെല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ കഴിഞ്ഞു പോകുന്നത്. ഈ അടുത്തായി നമ്മൾ കണ്ടൊരു വാർത്തയായിരുന്നു, വിവാഹമെല്ലാം പറഞ്ഞുറപ്പിച്ച് എൻഗേജ്മെന്റും കഴിഞ്ഞ ഒരു മുസ്ലിം പെൺകുട്ടി സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. മാതാപിതാക്കൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഒരു മകളെ വളർത്തി വലുതാക്കി പരിചരിച്ച് കൊണ്ടുവരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക് മർമ്മപ്രധാനമായി നൽകേണ്ട ഒരു അറിവ് എന്ന് പറയുന്നത് മതപരമായ വിദ്യാഭ്യാസവും മതപരമായ ബോധനവുമാണ്. ഇത് പറയാനുള്ള കാരണം, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആത്മീയമായ ഒരു ചൈതന്യം ഉണ്ട് എങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ഉൾവിളി പോലെ ഒരു സന്ദേശം ലഭിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് ചെയ്യണത് ശരിയാണോ എന്ന് നമ്മുടെ മനസ്സാക്ഷി തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിനാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. അത് പടച്ചവനുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. ഈ ആത്മീയത എവിടെ നിന്നാ കിട്ടത്തുള്ളൂ? മതപരമായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഈ ആത്മീയത കിട്ടത്തുള്ളൂ. പരിശുദ്ധമായ ഒരു മതത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ മതത്തിന്റെ ഏറെക്കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും പകർന്നു നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ മക്കളെ എല്ലാ അപകടങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഈ പെൺകുട്ടികളെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയാനുള്ള കാരണം, എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ എൻ്റെ മാതാപിതാക്കൾ നല്ലോണം ദേഷ്യപ്പെട്ടിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ വേറെ ആരെയും ആശ്രയിക്കാൻ പോകുന്നില്ല. അന്നത്തെ കാലഘട്ടം അതായിരുന്നു. 90 കാലഘട്ടത്തിൽ നമ്മളെ വഴക്ക് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒതുങ്ങി ജീവിക്കും. കാരണം എന്താ, നമുക്ക് മറ്റൊന്നിലോട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിലോട്ട് പ്രേരിപ്പിക്കാനോ ഒന്നും നമ്മുടെ മുന്നിലില്ല. പക്ഷെ ഇന്നത്തെ കാലം സോഷ്യൽ മീഡിയ സജീവമായതാണ്. പലരും നെഗറ്റീവായ മോട്ടിവേഷനും പോസിറ്റീവായ മോട്ടിവേഷനൊക്കെ നൽകുന്ന കാലം. അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ ഉള്ളിലോട്ട് ശൈത്താനിയായ ഒരു ചിന്ത കടന്നു വരുമ്പോഴത്തേനും, എൻ്റെ വാപ്പായും ഉമ്മായും ഇല്ലെങ്കിൽ എന്താണ്, ഞാൻ മറ്റുള്ളവർക്ക് പോയി താമസിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, തൊപ്പി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ, എനിക്ക് തോന്നുന്നു അദ്ദേഹം 18 വർഷമായി വീട് വിട്ടിറങ്ങിയിട്ട് ഇതുവരെ മാതാപിതാക്കളെ തിരിച്ചു പോയിട്ടില്ല. കാരണം എന്താ, അദ്ദേഹത്തിന് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പറയുന്നു, ഞാൻ എൻ്റെ ഉപ്പയുടെ ഉമ്മയോടും തിരിച്ചു പോകുമെന്നുള്ളത്. ഇതാണ് ഇന്നത്തെ കാലഘട്ടം മക്കൾക്ക് കൊടുക്കുന്ന ഒരു ക്ലാസ്. ഇങ്ങനെയാണ്, വാപ്പയും ഉമ്മയില്ല, സഹോദരങ്ങൾ, നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം എന്നൊരു ചിന്ത. ആ ചിന്തയിലൂടെയാണ് നമ്മൾ ഏതിലോട്ട് പോകുന്നത്? സന്മാർഗമല്ലാത്ത പ്രവർത്തനത്തോട്ട് നമ്മൾ പോകാൻ കാരണമാകുന്നത്. ഇന്ന് എത്ര മക്കൾക്കാണ് ശരിയായ മദ്രസ പഠനം കിട്ടുന്നത്? നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചതുപോലുള്ള മദ്രസ പഠനം എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട്. ശരിക്കും ഉസ്താദുമാരുടെ അടി കൊണ്ട് പഠിക്കുന്ന എത്ര പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ട് ഇന്നത്തെ കാലത്ത്. അടിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ മാറ്റി കഴിഞ്ഞ ഒരു വിഷയമാണ്. ശരിക്കും അടിയും ശിക്ഷണവും നൽകേണ്ട പ്രായത്തിൽ നൽകി വന്നില്ല എങ്കിൽ മക്കൾ ഇതുപോലെ തെറ്റിലേക്ക് പോകും. അത് നമ്മൾ എന്താ പറയുക, നമ്മുടെ നിയമം മാറ്റിയതിൻ്റെ ഒരു ഭവിഷ്യത്താണ് ഈ മക്കളിൽ കാണുന്നത്. ആരെയും കുറ്റം പറയുന്നതല്ല. ഈ മാറി മറിഞ്ഞ പഠന സമ്പ്രദായങ്ങളൊക്കെ പഴയ കോലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ കുറേയൊക്കെ എങ്കിലും തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയും. അടിക്കേണ്ട സമയത്തും പ്രായത്തും അടിക്കുക തന്നെ വേണം. എനിക്കൊക്കെ ഒരു പക്ഷേ കിട്ടിയ അടിയുടെ ഇതുകൊണ്ടായിരിക്കും ഞാനൊക്കെ ഇപ്പോൾ എനിക്ക് ഇങ്ങനെയെങ്കിലും ജീവിക്കാൻ, നല്ല നിലയിൽ ജീവിക്കാൻ കഴിയുന്നത്. ഇന്നത്തെ മക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് വളർത്തുന്നതാകും അവർക്കൊരു പക്ഷേ മാതാപിതാക്കളുടെ കഷ്ടപ്പാട് എന്തെന്ന് മനസ്സിലാക്കാതെ അവർ ജീവിച്ചു പോകുന്നത്. നമ്മുടെ മാതാപിതാക്കൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവരറിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവരെ കൂടെ അറിയിക്കണം നമ്മുടെ കഷ്ടപ്പാടുകൾ മാതാപിതാക്കളുടെ. ഇപ്പോൾ എത്ര കാശുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും മാനസികമായ ടെൻഷൻ അടിക്കാത്ത ഒരു മാതാവും പിതാവും ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല അല്ലേ? എല്ലാവർക്കും ഉണ്ട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും. അതൊന്നും നമ്മുടെ മക്കളെ അറിയിക്കാതെയാണ് നമ്മൾ അവരെ വളർത്തി വലുതാക്കി വരുന്നത്. പക്ഷേ ഈ മക്കൾ കാണുന്നത് എന്താണ്? നല്ല ലൈഫാണ് മാതാപിതാക്കളുടെ. അവരറിയുന്നില്ല. ഇതെല്ലാം മക്കളെ ഒരു പ്രായം കഴിയുമ്പോൾ അറിയിച്ച് വേണം നമ്മൾ വളർത്തി കൊണ്ടുവരാൻ. ഇല്ല, അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു
എന്താ പറയുക, കഷ്ടപ്പാടിൻ്റെ ഒരു വേദന അവരുടെ ഉള്ളിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവർക്ക് ഒരു പ്രായം കഴിയുമ്പോഴും എന്നെ ഇത്രത്തോളം കഷ്ടപ്പാടിലൂടെയാണല്ലോ ഇവർ വളർത്തിയത് എന്നുള്ള ഒരു ശരിയായ ഒരു ഇത് അവരുടെ ഉള്ളിലുണ്ടായാൽ മാത്രമേ അവർക്ക് തെറ്റുകളിലേക്ക് പോകുമ്പോൾ വേണ്ട എന്ന ചിന്ത വരുള്ളൂ. മക്കൾക്ക് നല്ലതുപോലെ സ്നേഹം കൊടുക്കണം. ഈ സ്നേഹം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരെ നല്ലതുപോലെ കെയർ ചെയ്യണം. കെയർ ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? അവർക്ക് ചീത്ത കൂട്ടുകെട്ടുണ്ടോ, ചീത്ത സ്വഭാവമുണ്ടോ എന്നെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് അവരെ നല്ലതുപോലെ വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കെന്നല്ല, നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവർക്കും നമ്മുടെ മക്കളെ കൊണ്ട് ഒരു മോശം പറയിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇവരുടെയൊക്കെ ചിത്രങ്ങൾ പത്രത്തിലോ മീഡിയകളിലൊക്കെ വരുമ്പോഴായിരിക്കും എൻ്റെ കുഞ്ഞാണല്ലോ അവനക്ക് എന്ത് പറ്റിപ്പോയി എന്നുള്ളൊരു വീണ്ടും വിചാരത്തിലോട്ട് നമ്മൾ എത്തത്തുള്ളൂ. നല്ല മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ റഹ്മത്തി സയ്യിദനാ മുഹമ്മദ്.